എയിംസിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിലപാട് തള്ളി തിരുവനന്തപുരത്തെ ബി.ജെ.പി. നേതൃത്വം. എയിംസ് തിരുവനന്തപുരത്ത് തന്നെ വേണമെന്നാവശ്യപ്പെട്ട് പ്രത്യക്ഷ സമരത്തിനിറങ്ങാനാണ് ബി.ജെ.പി. കൗൺസിലർമാരുടെ നീക്കം. ശനിയാഴ്ച കേരളത്തിലെത്തുന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി നേരിൽ കാണുമെന്നും ബി.ജെ.പി. കൗൺസിലർമാർ അറിയിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ എയിംസ് ആരംഭിച്ച് നാടിന്റെ ആരോഗ്യ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ വാഗ്ദാനം. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തെത്തിയപ്പോഴും ആ നിലപാട് രാജീവ് ചന്ദ്രശേഖർ തിരുത്തിയിട്ടില്ല. മുൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ തലസ്ഥാനത്തെത്തിയപ്പോൾ തിരുവനന്തപുരത്ത് എയിംസ് അനുവദിക്കാമെന്ന നിലപാടായിരുന്നു. എന്നാൽ സുരേഷ് ഗോപിയുടെ പുതിയ പ്രസ്താവന പാർട്ടിയിൽ എയിംസിനെ ചൊല്ലിയുള്ള വടംവലിക്ക് കാരണമായി. 2016 മുതൽ ഞാൻ രാജ്യസഭയിൽ ഉള്ളപ്പോൾ മുതൽ ഒരു കാരണവശാലും ഒരിടത്തും കൊടുക്കരുത്, ആലപ്പുഴയ്ക്ക് തന്നെ എയിംസ് കൊടുക്കണമെന്ന് ഓരോ വർഷവും ബഡ്ജറ്റ് വരുമ്പോൾ ആലപ്പിയില്ല എന്നാണ് നഡ്ഡാജി. എയിംസിന്റെ കാര്യത്തിൽ ബി.ജെ.പി. കൂട്ടായ നിലപാട് സ്വീകരിക്കുന്നതിന് മുൻപ് ആലപ്പുഴയിലോ തൃശൂരിലോ കൊണ്ടുവരുമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവനയോട് വലിയൊരു വിഭാഗം നേതാക്കൾക്ക് വിയോജിപ്പുണ്ട്. എയിംസ് തലസ്ഥാനത്ത് തന്നെ വേണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർമാർ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്രയോ പാവപ്പെട്ട രോഗികളുണ്ട്. നമുക്കറിയാം മെഡിക്കൽ കോളേജിൻ്റെ തിരക്ക്, ഇപ്പം എത്രയോ പേർക്ക് ആവശ്യമുള്ള ചികിത്സ കിട്ടാതെ മടങ്ങിപ്പോകുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ ഇവിടെ എയിംസ് അത്യാവശ്യമാണ്. ഞങ്ങൾ ഇന്ന് ബി.ജെ.പി. കൗൺസിലർമാർ കൂടിയപ്പോഴത്തേക്ക് ഞങ്ങളൊരു ആലോചന നടത്തിയിരുന്നു. എയിംസ് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ട നടപടിക്ക് വേണ്ടി സമരം തുടങ്ങാൻ തന്നെയാണ് തീരുമാനം. കോഴിക്കോട് കിനാലൂരിൽ എയിംസ് വരുമെന്നായിരുന്നു ഒരു ഘട്ടത്തിലെ പ്രതീക്ഷ. എന്നാൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി എത്തിയ ശേഷം കോഴിക്കോട് മറന്നേക്കാനും കാസർഗോഡ് എയിംസ് വരുമെന്ന സൂചനയും നൽകി. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും മലക്കം മറിഞ്ഞാണ് ആലപ്പുഴയിലും ഒടുവിൽ തൃശൂരിലും എത്തി നിൽക്കുന്നത്. സംസ്ഥാന അധ്യക്ഷനോടോ നേതാക്കളോടോ കൂടിയാലോചിക്കാതെ സുരേഷ് ഗോപി ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നതിൽ കോർ കമ്മിറ്റിയിൽ തന്നെ വിമർശനമുയർന്നിരുന്നു. എല്ലാത്തിനും കേന്ദ്ര പിന്തുണയുണ്ടെന്നാണ് സുരേഷ് ഗോപിയുടെ അവകാശവാദം. എയിംസ് തിരുവനന്തപുരത്ത് തന്നെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം അവസാനം കൊല്ലത്തെത്തുന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദയ്ക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാർ നിവേദനം നൽകും. എയിംസ് കേരളത്തിൽ എവിടെ കൊണ്ടുവന്നാലും സ്വന്തം നേട്ടമായി അവതരിപ്പിക്കാനായിരുന്നു ബി.ജെ.പിയുടെ മുൻപൊക്കെയുള്ള ശ്രമം. എന്നാൽ പരസ്പരം വടംവലിയിലെത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. തമ്മിലടിച്ച് കിട്ടാനുള്ളത് നഷ്ടപ്പെടുത്തുമെന്ന പൊതുവികാരവും ബി.ജെ.പിക്കുള്ളിൽ ശക്തമാണ്. ക്യാമറാമാൻ M.G. മഞ്ജുഷനൊപ്പം ചന്തു ചന്ദ്രശേഖർ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.